പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ വിജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വഗബി. ഞാൻ ആഷിഖ് ജോയ്. ഇന്ന് നമ്മൾ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് കണ്ട നരക ദർശനത്തിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. സോ ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. സോ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് കണ്ട നിത്യ നരകം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇങ്ങനെ തന്നെയാണ് നരകം, ഇതുപോലെയാണ് നരകം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇതിലും ഭീകരമാണ് നരകം എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുവഴി നമ്മൾ ഒരു അടിമ മനസ്താപത്തിലോട്ട് വരണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഉത്തമ മനസ്താപത്തിലോട്ട് വരണമെന്ന് തന്നെയാണ്. നമ്മൾ പേടിച്ചിട്ട് നരകമുണ്ടല്ലോ എന്ന് പേടിച്ചിട്ട് പാപം ചെയ്യാതിരിക്കുക എന്നല്ല, അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഒരു നിലനിൽപ്പില്ല നമ്മൾ ദൈവത്തെ പേടിച്ചിട്ട്. പകരം നമ്മൾ പാപം ചെയ്യുമ്പം ഈശോ അതോർത്ത് വേദനിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന നിത്യജീവൻ നഷ്ടപ്പെടുത്തിയാൽ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പലപ്പോഴും നമ്മളിതിനെപ്പറ്റി ബോധവാന്മാരല്ല. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ, നമ്മൾ പള്ളിയിൽ പോയില്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നമ്മൾ അലസമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാരണപ്രവൃത്തി ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നിത്യനരകം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്വർഗരാജ്യം ബലവാന്മാർ കീഴടക്കുന്നു എന്നാണ് വചനം പറയുന്നത്. സോ നമ്മൾ അതിൻ്റേതായ എഫേർട്ടുകൾ നമ്മൾ ഇടണം. സോ അങ്ങനെ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്താൽ ഈ ലോകത്തിന് ശേഷം നമ്മെ കാത്തിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അവിടെ പോയിട്ട് ഇതെന്താണെന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. സോ അങ്ങനെ പോയിട്ടുള്ള ആളുകൾ ദൈവം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ മൂലപാപങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള മറ്റ് പാപങ്ങളുമാണ്. അങ്ങനെ ഈ പാപങ്ങൾ ചെയ്ത ആളുകൾ അനുദപിക്കാതെ ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ മൂലപാപങ്ങളോട് ചേർന്നിട്ടാണ് മറ്റ് പാപങ്ങൾ ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പാപങ്ങൾ ചെയ്ത ആളുകളെ നിത്യനരകത്തിൽ കാണുന്നതും അവർ ഭയങ്കരമായിട്ട് പീഡ അനുഭവിക്കുന്നതും. സോ അതിനു മുൻപ് ജനറലായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെ നരകം 3 തട്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയെ ദൈവം പറഞ്ഞു തരികയാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെ പിശാച് ലൂസിഫർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് ഈ 3 തലങ്ങളിലായിട്ട്. അപ്പോൾ ഇതിൽ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ജനറലായിട്ട് നരകത്തിലുള്ള പൊതുവായിട്ടുള്ള പീഡനങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് ഓരോ പ്രത്യേക പാപം ചെയ്തവർക്കും പ്രത്യേക പീഡനങ്ങൾ ഉണ്ടെങ്കിലും ജനറലായിട്ട് പാപം ചെയ്ത എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള ചില ശിക്ഷകളുണ്ട് എന്നുള്ളതാണ്. അതിൽ പറയുന്നത് നരകത്തിൽ പോയിട്ടുള്ളൊരാത്മാവിന് ആ ആത്മാവിൻ്റെ കൂടെ എപ്പോഴും 2 പിശാചുക്കൾ ഉണ്ടാവും അവരെ നിരന്തരം പീഡിപ്പിക്കാൻ എന്നുള്ളതാണ്. ഇതാണ് ജനറലി എല്ലാവർക്കും ലഭിക്കുന്ന പീഡനം. ആ പീഡനങ്ങളും വളരെ അസഹനീയമായിട്ടുള്ള പീഡനങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, 1ാമത്തെ ലെവൽ, 2ാമത്തെ ലെവൽ, 3ാമത്തെ ലെവൽ. അപ്പോൾ 3ാമത്തെ ലെവലിലുള്ള ആ ഭാഗത്തുള്ള ആത്മാക്കൾ എന്ന് പറയുന്നത് വളരെയധികം മാരകപാപങ്ങൾ ചെയ്തിട്ടുള്ള ആത്മാക്കളാണ്. എന്നാൽ ഉപരിതലത്തിൽ നരകത്തിൻ്റെ ഫസ്റ്റ് ആ ഒരു ലെവലിലുള്ള ആത്മാക്കൾ എന്ന് പറയുന്നത് സാധാരണ പാപങ്ങൾ ചെയ്തിട്ടുള്ള ആത്മാക്കൾ എന്നാണ് പറയുന്നത്. അതായത് ലഘുപാപങ്ങൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, മാരകപാപം തന്നെ. പക്ഷേ അവരൊരു തവണയൊക്കെ ചിലപ്പോൾ ചെയ്തു പോയിട്ടുണ്ടാവുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. മനഃപൂർവ്വം ഞായറാഴ്ച കുർബാന മുടക്കുന്നത് മാരകപാപമാണ്. ബോധപൂർവ്വം കുർബാനയ്ക്ക് പോകാത്ത മാരകപാപമാണ്. യേശു ക്രിസ്തു എന്ന സത്യം അറിയാം, യേശുവാണ് ഏകരക്ഷകൻ, കത്തോലിക്ക തിരുസഭയാണ് സത്യസഭ, എന്നിട്ട് യേശുവിനെ ഫോളോ ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ആളുകൾ, അതായത് അവരെ സംബന്ധിച്ച് യേശുവിനെ ഫോളോ ചെയ്താൽ പാപം ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാണ്, ഇപ്പോഴേ യേശുവിനെ അറിഞ്ഞാൽ
ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. സോ എനിക്കറിയാം യേശുവാണ് ദൈവം എന്നൊക്കെ എനിക്കറിയാം, നരകവും സ്വർഗ്ഗമൊക്കെ ഉണ്ടെന്നറിയാം. ഞാൻ മരിക്കാൻ പോകുന്നതിന് മുൻപ് ഞാൻ മാനസാന്തരപ്പെട്ടോളാം, അല്ലെങ്കിൽ പ്രായമായിട്ട് മാനസാന്തരപ്പെട്ടോളാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവരെ അറിയുന്നില്ല ഏത് നിമിഷം വേണമെങ്കിൽ ദൈവം അവരെ വിളിക്കാമെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ അധികം മാരകഭാവം ചെയ്യാത്ത ആത്മാക്കളൊക്കെയാണ് ഈ ഒന്നാമത്തെ തലത്തിൽ കാണുന്നത്. അപ്പോൾ ഒരു മാരകഭാവം ചെയ്ത വ്യക്തിയാണെങ്കിലും 100 മാരകഭാവം ചെയ്ത വ്യക്തിയാണെങ്കിലും അനുദപിക്കാത്തിടത്തോളം കാലം അവർ മരിച്ചാൽ പോകുന്നത് ഒരേ നരകത്തിലാണ്. സ്വർഗത്തിൽ ഇതുപോലെ തന്നെയാണ്. സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. എന്നാൽ അവസാന നിമിഷം മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പൊസിഷൻ അല്ല ജീവിതകാലം മൊത്തം യേശുവിനെ മഹത്വപ്പെടുത്തി വിശുദ്ധ ജീവിതം നയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ട് സ്വർഗരാജ്യത്തിൽ വലിയവനെന്നും ചെറിയവനെന്നും വിളിക്കപ്പെടുമെന്ന്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ പോലും ഈ ലെവലുകൾ ഉള്ളതുപോലെ നരകത്തിലും ലെവലുകളുണ്ട്. പക്ഷേ നിത്യതയോളം ഈ നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഈ പീഡനങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പീഡനങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ ഒരു മൊമെൻറ്റിൽ നടക്കുന്ന കാര്യം മാത്രമല്ല, നിത്യതയോളം ഇതേ പീഡനം റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ വായിൽ ഈയം ഒഴിക്കുന്ന ഒരു പീഡനം ഉണ്ട്. അപ്പോൾ അത് ഒരു തവണ ഒഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റല്ല, ഇത് നിരന്തരം തുടർച്ചയായിട്ട് ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന പീഡനങ്ങൾ ഇത് തുടർച്ചയായിട്ട് സംഭവിക്കുന്ന കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഓക്കെ, അപ്പം നരകത്തെ പറ്റി അപ്പം റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് അവർക്ക് കാണാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നരകത്തിലോട്ട് തള്ളപ്പെടുന്ന ആത്മാക്കളുടെ നെറ്റിയിൽ അവരുടെ ചെയ്ത പാവങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. സോ വിശുദ്ധക്ക് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ, നരകത്തിൽ കാണുന്ന ഈ പ്രത്യേക പീഡനം അനുഭവിക്കുന്ന ആത്മാക്കൾ ഇന്ന മാരക പാപം ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് മനസ്സിലാകുന്നുണ്ട്. ആദ്യം തന്നെ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് കണ്ട നരകത്തിലുള്ള ആത്മാക്കളിൽ ഈ പ്രത്യേക പാപം ചെയ്തവരെയാണ് കണ്ടത്. മടി, അലസത. മടിയന്മാരുടെ ആത്മാക്കൾ ഒരു ചൂളയിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഇതെല്ലാം പിക്ചറായിട്ട് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷേ ഇത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം എന്താ പറയുക, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവമാണ് ഇതിലുള്ളത്. അത് പിക്ചറൈസ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ അത് ഞാൻ നമ്മുടെ പുസ്തകം ഇറക്കുമ്പോൾ പുസ്തകത്തിൽ ഞാനിത് കളറായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ചിത്രങ്ങൾ അപ്പോൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഭാവനയിൽ നമുക്ക് ഈ ചിത്രം വെച്ചെടുത്ത് ഊഹിക്കാം ഇതിങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ അതിന് മുൻപ് പറയട്ടെ, കരപന്താൽ സന്ദേശങ്ങളുടെ പുസ്തകം ആഗ്രഹമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഫോൺ നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മടിയന്മാരുടെ ആത്മാക്കൾ ഒരു ചൂളയിലാണ് ഇരിക്കുന്നത്. ജ്വാല അവരെ പൂർണ്ണമായും മൂടിയിരിക്കുന്നു. അവർ ഓരോരുത്തരും തല താഴ്ത്തി കൈകൾ മടക്കിയാണ് ഇരിക്കുന്നത്. അവർ ഇരിക്കുന്ന ഇരിപ്പിടം ഒരു ചതുരക്കല്ലാണ്. അതിൽ ഒരു തൂണിലെന്ന പോലെ വരകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ വരകൾ കത്തുന്ന കനലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ കല്ല് തന്നെ കത്തുകയാണ്. നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാവും, ഈ പ്രത്യേക പാപം ചെയ്ത ആത്മാക്കൾ ആ പാപം ഭൂമിയിൽ എങ്ങനെയാണ് അവർ ചെയ്തത്. വെറുതെ നമ്മൾ റെസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നു, ഒരു പണിയും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് അവർ ഈ കത്തുന്ന ഈ ചൂളയിൽ സീറ്റിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. സെയിം അവരെങ്ങനെയാണോ ഭൂമിയിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെയും അവർ ഇരിക്കുന്നു എന്നുള്ളതാണ്. പിശാചുക്കളുടെ കയ്യിൽ കൊളുത്തുകളുള്ളതും കത്തുന്നതുമായ ഉപകരണങ്ങളുണ്ട്. അവ ഉപയോഗിച്ച് അവർ ഈ ആത്മാക്കളെ ഒരു വശത്തേക്ക് വലിക്കുകയും പിന്നീട് മറ്റൊരു വശത്തേക്ക് കല്ലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചിഴക്കുകയും ചെയ്യുന്നു. ഈ കൊളുത്തുള്ള ഉപകരണം ഉപയോഗിച്ച് ഈ ആത്മാക്കളിൽ കൊളുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നത് ഒരു പീഡനം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ജോലി അതീവ നിശ്ചയദാർഢ്യത്തോടെയാണ് ചെയ്യുന്നത്. കല്ലിൻ്റെ കോണുകൾ പീഡിപ്പിക്കപ്പെടുന്നവരുടെ ശരീരത്തിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നു. കുഴികളിൽ നിറഞ്ഞിരിക്കുന്ന കനലുകൾ അവരെ ദഹിപ്പിക്കുന്നു. വധശിക്ഷ നടപ്പാക്കുന്നവർ കൈകാര്യം ചെയ്യുന്ന കൊളുത്തുകൾ അവരെ കഷണങ്ങളായി കീറുന്നു. ഈ വധശിക്ഷ നടപ്പാക്കുന്നവരെ ഉദ്ദേശിക്കുന്നത് ഞാനീ പറഞ്ഞ ജനറലി നരകത്തിൽ പോകുന്ന എല്ലാ ആത്മാക്കൾക്കും ലഭിക്കുന്ന 2 പിശാചുക്കൾ. അവരാണ് ഈ ആരാചാരന്മാർ, വധശിക്ഷ നടപ്പാക്കുന്നവർ എന്ന് പറയുന്നത്. സത്യത്തിൽ വധശിക്ഷ നടപ്പാക്കുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ആത്മാവ് മരിക്കുന്നില്ല എന്നുള്ളത്. ഇതാണ് നരകത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥകളിൽ ഒന്ന്. ഒരു തവണ പീഡനമേറ്റ് ഈ ആത്മാവ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ വേദന അനുഭവിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആത്മാവിനെ ദൈവം സൃഷ്ടിച്ചത് നിത്യതയോളമാണ്. അതുകൊണ്ട് ഈ ആത്മാവ് ഏതെങ്കിലും നിത്യത ചൂസ് ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യമരണം.
അപ്പം ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് നരകത്തിൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം വധശിക്ഷ നടപ്പാക്കുന്നവർ കൈകാര്യം ചെയ്യുന്ന കൊളുത്തുകൾ അവരെ കഷണങ്ങളായി കീറുന്നു. പീഡിപ്പിക്കുന്നവർ അവരെ ചിലപ്പോൾ പുറംതിരിഞ്ഞും മറ്റു ചിലപ്പോൾ വയറമർത്തിയും തിരിച്ചു കിടത്തുന്നു. ഭൂമിയിൽ അവർ നഷ്ടപ്പെടുത്തിയ സമയത്തിനുള്ള ശിക്ഷയാണ് ഈ ശിക്ഷ അവർക്ക് നൽകുന്നത്. അതിനുശേഷം ശപിക്കപ്പെട്ട ഈ ഓരോ ആത്മാക്കൾക്കുമായി പ്രത്യേകം നിയമിക്കപ്പെട്ട 2 പിശാചുക്കളിൽ ഒരാൾ അവൻ്റെ പിന്നിൽ നിൽക്കുന്നു. ഒരാൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ജനറലി എല്ലാവർക്കും പീഡനം ലഭിക്കുന്ന ഈ 2 പേരിൽ ഒരാൾ പിന്നിൽ നിൽക്കുന്നു. പിശാച് തൻ്റെ ഇടത് കൈ ഈ ആത്മാവിൻ്റെ ഹൃദയത്തിൽ വെച്ച് അവനെ നിയന്ത്രിക്കുന്നു. മറുകൈയിൽ ഒരു വാളേന്തി അവൻ്റെ നെഞ്ചിൻ്റെ വലതുവശം മുഴുവൻ തുറക്കുന്നു. എന്നിട്ട് ആ മുറിവിലേക്ക് തിളച്ച എണ്ണ ഒഴിക്കുന്നു. അവൻ ലോകത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വെച്ചു പുലർത്തിയ തെറ്റായ ധാരണ കാരണവും പ്രത്യേകിച്ച് അവർ മറ്റുള്ളവരുടെ തെറ്റുകൾ പരസ്യമാക്കിയതിനാലുമാണ് ഈ ശിക്ഷ അവർക്ക് ലഭിക്കുന്നത്. കണ്ടോ, അതായത് ഹൃദയത്തിലാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൃദയം തുറന്നിട്ടുള്ള പീഡനമാണ് അവർക്ക് ലഭിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി തെറ്റായ ധാരണ, അതായത് ഒരുപാട് പാപം ചെയ്തു, ഇനി അനുദപിച്ചാലും കാര്യമില്ല, ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കില്ല എന്നൊക്കെയുള്ളത് പരിശുദ്ധാത്മാവിനെതിരായ പാപം കൂടിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി തെറ്റായ ധാരണ വെച്ചിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവും ദൈവം കരുണയുള്ളതായതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും കരുണ ലഭിക്കുമെന്ന്. അങ്ങനെ കരുണയെക്കുറിച്ച് തെറ്റായ ബോധ്യമുള്ള ആളുകളും അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ പരസ്യമാക്കിയവരും, എന്തെങ്കിലും സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യങ്ങളായിരിക്കും ഹൃദയത്തിൽ, പക്ഷെ അത് പബ്ലിക്കായിട്ട് അവർ പറഞ്ഞു. കൂടാതെ അതേ പിശാച് അവരുടെ നെഞ്ചിലെ മുറിവിൽ വിവിധ തരത്തിലുള്ള ധാരാളം പുഴുക്കളെ നിക്ഷേപിക്കുന്നു. ഭൂമിയിൽ അവർ സമാധാനമില്ലാതെ ചിന്തിച്ചിരുന്ന എല്ലാതരം ചിന്തകൾക്കുമുള്ള, പ്രത്യേകിച്ച് അവർ മടിയന്മാരായിരുന്നപ്പോഴുള്ള ചിന്തകൾക്കുള്ള ശിക്ഷയാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിലാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അലസമായിട്ട് കിടന്ന് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പീഡനമാണ് ഈ നെഞ്ചിൽ പുഴുക്കളെ നിക്ഷേപിച്ചുകൊണ്ടുള്ള പീഡനം. ഈ കാഴ്ചയുടെ ഫലമായ ആത്മാക്കൾക്ക് ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അതായത് ഈ മരിച്ചുപോയിട്ടുള്ള ആത്മാക്കൾക്ക് ബോഡി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇവർ പീഡനം അനുഭവിക്കുന്നത് എന്നുള്ളത്. എപ്പോഴാണ് ബോഡി ലഭിക്കുന്നത്? ആത്മാക്കൾക്ക് സ്വർഗത്തിലും നരകത്തിലുള്ള ആത്മാക്കൾക്ക് അവരുടെ ഭൂമിയിലുള്ള ബോഡി ലഭിക്കുന്നത് എപ്പോഴാണ്? അത് അന്ത്യവിധിയുടെ സമയത്ത് മാത്രമാണ്. ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുമ്പോഴാണ് ഈ ബോഡി ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പം ആത്മാവ് മാത്രമാണ്. ഈ ആത്മാവ് എങ്ങനെയാണ് ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് വിശുദ്ധയ്ക്കും സംശയമുണ്ട്. അപ്പോൾ വിശുദ്ധ പറഞ്ഞു, ഈ കാഴ്ചയുടെ ഫലമായി ആത്മാക്കൾക്ക് മാംസമില്ലാതിരുന്നിട്ടും ശപിക്കപ്പെട്ടവർ ശാരീരിക ശിക്ഷകൾ അനുഭവിക്കുന്നത് കണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അത്ഭുതപ്പെട്ടു. ലോഹങ്ങൾ ഉരുക്കുന്ന തീയുടെ നടുവിൽ പിശാചുകൾ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ട് അവൾ വളരെയധികം ആശ്ചര്യപ്പെട്ടു. അവളുടെ കൂട്ടാളിയായ റഫായൽ മാലാഖ അവൾക്ക് മറുപടി നൽകി. അദ്ദേഹം വിശദീകരിച്ചു, നിലവിൽ ലോകാവസാനം വരെ ശപിക്കപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് അവരുടെ ശരീരങ്ങൾ ലഭ്യമല്ല. എന്നിരുന്നാലും അവർക്ക് മാംസമില്ലെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് അവർ ഭൗതികമായി ശിക്ഷിക്കപ്പെടുന്നു. കാരണം ആത്മാവ് അതിൻ്റെ ആത്മീയ സത്തയിലാണെങ്കിലും നരകത്തിൽ പീഡനങ്ങൾ അനുഭവിക്കാൻ അത് ഭൗതിക സ്വഭാവം കൈക്കൊള്ളുന്നു. അന്ത്യവിധി വരുന്നതുവരെ ഇതിങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ ആ സമയം ശപിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ അവരുടെ ശരീരങ്ങളിലേക്ക് മടങ്ങുകയും, അതായത് അന്ത്യവിധിയുടെ സമയത്ത് ശപിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ അവരുടെ ശരീരങ്ങളിലേക്ക് മടങ്ങുകയും നിങ്ങൾ ഈ കാണുന്നതിന് സമാനമായ പീഡനങ്ങൾ അവരുടെ ശരീരത്തിൽ അനുഭവിക്കുകയും ചെയ്യും. എന്നിട്ട് മാലാഖ തുടരുകയാണ്, കൂടാതെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇന്ന് ഇവൻ കത്തോലിക്കരെ പോലും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ആണ്, ഈ ഉറക്കത്തിലാണ് ആത്മാവ്, അന്ത്യവിധിയുടെ സമയത്ത് ഉയർപ്പിക്കപ്പെടുകയുള്ളൂ. ഒരിക്കലുമല്ല, തനത് വിധിയുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഈശോ നല്ല കളനോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും എന്നാണ് ഈശോ പറഞ്ഞത്, അന്ത്യവിധിയുടെ സമയത്ത് എന്നല്ല. ലാസറിൻ്റെ ധനവാൻ്റെ ഉപമയിൽ ലാസർ മരിച്ച് ഉടനെ അബ്രഹാമിൻ്റെ മടിയിലോട്ടും ധനവാൻ മരിച്ച ഉടനെ നരകത്തിലോട്ടും പോകുന്നതായിട്ട് ഈശോ പറയുന്നുണ്ട്, അന്ത്യവിധിയുടെ സമയത്തല്ല. അപ്പോൾ ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ പിന്നീട് തുടരുകയാണ്, കൂടാതെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത് അഗാധമായ ഗർത്തത്തിൽ സംഭവിക്കുന്ന അതേ യാഥാർത്ഥ്യത്തിലല്ല, മറിച്ച് അവളുടെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇന്ദ്രിയപരമായ രൂപങ്ങളിലാണെന്ന് മാലാഖ കൂട്ടിച്ചേർത്തു.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ ഈ കാണുന്ന യഥാർത്ഥ നരകത്തിൻ്റെ ഒരു 1% പോലും അല്ല ഇവർ കാണുന്നത് എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവം ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിലും ഭയാനകമാണ് യഥാർത്ഥ നരകം. പീഡന ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം നരകത്തിലെ ഇരുട്ടിൽ സമാനമായി ഒന്നും നിലവിലില്ലെന്നും എന്നാൽ ശപിക്കപ്പെട്ടവർ അനുഭവിക്കുന്ന പീഡനം അവൾക്ക് ബോധ്യപ്പെടാനാണ് അവ കാണിച്ചു തന്നതെന്നും അതേ മാലാഖ വിശദീകരിച്ചു. ഈ ഉപകരണങ്ങൾ വധശിക്ഷ നടപ്പാക്കുന്നവരുടെ കയ്യിലുണ്ടാകുമ്പോൾ അവർക്ക് എന്ത് വേദന അനുഭവപ്പെടുമോ അതിന് സമാനമായ ശിക്ഷകൾ തന്നെയാണ് അവരും വിധിക്കപ്പെടുന്നത് എന്ന് മാലാഖ പറയുകയാണ്. അപ്പോൾ ഇതാണ് നിത്യനരകത്തിൽ മടിയന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങളെപ്പറ്റി റോമിലെ വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞത്. അപ്പോൾ നാളെ നമ്മൾ കാണാൻ പോകുന്നത് അമിത ഭോജനം അല്ലെങ്കിൽ കൊതി എന്ന മൂലപാപം ചെയ്തിട്ടുള്ള ആത്മാക്കളാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആ പെർട്ടിക്കുലർ പാപം മാത്രമല്ല, ആ പാപമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് പാപങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള ശിക്ഷയും കൂടിയാണ് നരകത്തെ അനുഭവിക്കുന്നത്. സോ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ് തേക്കും Benedicta in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.